അധികാരമേറ്റിട്ട് 3 ആഴ്ച പോലും തികഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും സർക്കാരിന്റെയും തനി നിറം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുമ്പ് പ്രതിപക്ഷമെന്ന നിലയിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഴുങ്ങുകയും നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് കുത്തനെ പിന്നാക്കം പോവുകയുമാണ് അവർ ചെയ്യുന്നത്. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ഒരു ഡസനിലധികം തവണയെങ്കിലും സർക്കാരിന്റെയും തലവനായ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് മലക്കം മറിച്ചിലും വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളും ഉണ്ടായി. കേന്ദ്ര അധികാരത്തിന്റെ പിൻബലത്തിൽ ബി.ജെ.പി. സർക്കാർ നേരിട്ടും ഗവർണറെ ഉപയോഗിച്ചും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മതേതര വിരുദ്ധ നടപടികളെ നേരെ പ്രതിഷേധം പോലുമില്ലാതെ അനുസരിക്കുന്നതാണ് വന്ദേമാതരം ആലപിക്കുന്നതിലൂടെ നാം കണ്ടത്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ഇത് വിവാദമായി. കോൺഗ്രസിന്റെ ദേശീയ നിലപാടിനും മതേതര വിശ്വാസികളുടെ കാഴ്ചപ്പാടിനും വിരുദ്ധമായിരുന്നു ഈ നടപടി. അതിന് അറിവില്ലായ്മ എന്നൊക്കെയുള്ള അഴകുഴമ്പൻ വിശദീകരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എന്നാൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള തീട്ടുരം ഏറ്റെടുത്ത് ലോക് ഭവനിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായുള്ള രഹസ്യ സന്ധിയുടെ ഭാഗമായിരുന്നു അതെന്ന സംശയം ബലപ്പെടുത്തുന്ന സമീപനങ്ങളും നടപടികളുമാണ് പിന്നീട് സർക്കാർ ആവർത്തിച്ചത്. ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഒഴിവാക്കപ്പെട്ടു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള ലോക് ഭവൻ നീക്കങ്ങളെ സഹായിക്കുന്ന സമീപനമാണ് പിന്നീട് സർക്കാരിൽ നിന്നുണ്ടായത്. RSS അധ്യാപക സംഘടന രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ കടുത്ത സംഘപരിവാർ അനുകൂലിയെ മഹാത്മാഗാന്ധി സർവകലാശാല VC ആക്കുന്നതിന് വഴിയൊരുക്കി നൽകിയിരുന്നു ഇത്. ചട്ടമനുസരിച്ച് VC ആക്കേണ്ടവരെ പട്ടിക നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് നൽകാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആളെ നിയമിക്കുന്നതിന് ഗവർണർക്ക് അവസരമൊരുക്കി നൽകി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനായി ചേരുന്നതിന് തീരുമാനിച്ച സർവകലാശാല സെനറ്റ് യോഗം അസൗകര്യം പറഞ്ഞ് മാറ്റിവെപ്പിക്കുകയും ചെയ്തു. LDF അധികാരത്തിലിരിക്കെ ഗവർണർമാർ സ്വന്തം ഇഷ്ടപ്രകാരം VCമാരെ നിയമിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ നിയമയുദ്ധം ഉൾപ്പെടെ നടത്തി അതിനെ നേരിട്ട അനുഭവമുണ്ടായിരുന്നു. അതിനൊന്നും നിൽക്കാതെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിന് ചൂട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. വന്ദേമാതരം BJP അജണ്ടയ്ക്ക് അനുസരിച്ച് പാടാൻ അവസരം നൽകിയ UDF സർക്കാർ ഇനി സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ സംഘപരിവാർ രൂപകൽപ്പനയിലുള്ള ഭാരതാംബയെ പ്രതിഷ്ഠിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ LDFനെതിരെ BJP ഡീൽ എന്ന വ്യാജ പ്രചാരണം നടത്തിയവരായിരുന്നു UDF. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഡീൽ ഉണ്ടായിരുന്നത് ആർക്കായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ സമീപനങ്ങൾ. പരസ്യമായാണ് ഇത്തരം നടപടികളെന്ന് മതേതരത്തെക്കുറിച്ചുള്ള അവരുടെ വായത്താരി കാപട്യമാണെന്ന് തെളിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും UDFന്റെയും നിലപാടുകളിലെ പ്രീണനകളും വൈരുദ്ധ്യങ്ങളും മലക്കമറിച്ചിലുകളും തുറന്നു കാട്ടിയതായിരുന്നു ചൊവ്വാഴ്ചത്തെ നിയമസഭാ നടപടികൾ. BJP അംഗത്തിന് ചട്ടവിരുദ്ധമായി സംസാരിക്കുവാൻ അവസരം നൽകിയതായിരുന്നു ഒന്ന്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതിന് വിരുദ്ധമായി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് സമാനമായ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയതായിരുന്നു മറ്റൊന്ന്. ഇന്ധന വില വർധനവിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതി വരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷവും അതിനു മുമ്പും ആവശ്യപ്പെട്ടിരുന്നയാളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇപ്പോൾ ഇന്ധനവില നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം അത് ചെയ്യുന്നുവെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരമൊരു മണ്ടത്തരം കാട്ടാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനാകാനാണ് അദ്ദേഹം തയ്യാറായത്. ഇന്ധനവില തങ്ങൾക്ക് തോന്നിയ പോലെ വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് അവകാശം നൽകിയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന വൈരുദ്ധ്യവുമുണ്ട്. അതുപോലെ തന്നെയാണ് കൊച്ചി മലയാളം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം മുഖ്യമന്ത്രിയും ഭരണകക്ഷിയും നടത്തിയ പ്രസ്താവനകൾ. ഉന്നതിയിൽ താമസിക്കുന്നവർ പുനരധിവാസത്തിന് സന്നദ്ധമായെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നും ചർച്ച പോലും നടന്നിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണത്തിന് ഉത്തരവാദപ്പെട്ടവർ തയ്യാറായതുമില്ല. ഈ വിധത്തിൽ സ്വന്തം വാക്കുകൾ വിഴുങ്ങുകയും കള്ളം പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന ഭരണാധികാരികളെയാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ നാം കാണുന്നത് എന്നത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ.